നമ്മുടെ ശരീരത്തിൽ തൊണ്ടയുടെ ഭാഗത്തായി ഒരു പൂമ്പാറ്റയുടെ ആകൃതിയിൽ കാണുന്ന അവയവമാണ് തൈറോയ്ഡ് അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ ഉപാപചയ പ്രവർത്തനങ്ങളായ ഉച്ഛ്വാസങ്ങൾ, അതുപോലെ പ്രത്യുൽപാദനങ്ങൾ, പിന്നെ ഹൃദയമിടിപ്പ്, ദഹനം, ഇതൊക്കെ തന്നെ നിയന്ത്രിക്കുന്നതിൽ വളരെ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്ലാൻഡ്. അതിലുപരി നമ്മുടെ ശാരീരികവും മാനസികവുമായ വളർച്ചക്കും അതേപോലെ മറ്റു ഗ്രന്ഥികളുടെ സ്രാവണത്തിനൊക്കെ തന്നെ, കൃത്യമായ ഹോർമോൺ സ്രാവണത്തിനൊക്കെ തന്നെ ഇതിൻ്റെ ഒരു പ്രവർത്തനം വളരെ പ്രധാനപ്പെട്ടതാണ്. ആയുർവേദത്തിൽ ഇതിനെ ഗളകണ്ഠം അല്ലെങ്കിൽ തൊണ്ടയുടെ മുഴ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. പ്രത്യേകിച്ച് നമ്മളെ തൈറോയ്ഡുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രശ്നങ്ങളാണ് സാധാരണ കണ്ടുവരാറുള്ളത്. ഒന്ന് ഹൈപ്പോ തൈറോയിഡിസം, രണ്ട് ഹൈപ്പർ തൈറോയിഡിസം. സാധാരണ ഹൈപ്പോ തൈറോയിഡിസത്തിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പൊതുവെ ഭാരം കൂടുതൽ, മടി, ഉന്മേഷക്കുറവ്, അങ്ങനെ കാര്യങ്ങളാണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഗുണങ്ങളാണ് പൊതുവെ ഹൈപ്പർ തൈറോയിഡിസിൽ കണ്ടുവരാറുള്ളത്. ശരീരഭാരം കുറയുക, മാനസിക സംഘർഷങ്ങൾ, പിന്നെ അതേപോലെ തന്നെ മുടികളിലും അതേപോലെ തൊലികളിലൊക്കെ തന്നെ വരുന്ന മാറ്റങ്ങളൊക്കെ തന്നെ അതിൻ്റെ ഒരു ലക്ഷണങ്ങളായി കണ്ടുവരാറുണ്ട്. പ്രത്യേക കാരണങ്ങളെന്ന് പറയുന്നത് ആയുർവേദത്തിൽ ഇതൊരു ജീവിതശൈലി ആയതുകൊണ്ട് തന്നെ പ്രതിരോധശേഷി, ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കുറവ്, അതുപോലെ ശാരീരികവും മാനസികവുമായ പിരിമുറുക്കങ്ങൾ, അതേപോലെ പോഷകാഹാരക്കുറവ്, ജനിതക മാറ്റങ്ങളൊക്കെ തന്നെ പലപ്പോഴും ഇതിന് തൈറോയ്ഡ് അസുഖങ്ങൾക്ക് കാരണമായി കണ്ടുവരാറുണ്ട്. ചികിത്സയിലേക്ക് ആയുർവേദത്തിൽ സമഗ്രമായ ഔഷധ സേവകളും അതേപോലെ ചികിത്സാക്രമങ്ങളും ആയുർവേദത്തിൽ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും ഒരു വിദഗ്ധ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ഔഷധ സേവയും അതോടൊപ്പം തന്നെ ഭക്ഷണ രീതിയിലും ജീവിതശൈലിയിലൊക്കെയുള്ള മാറ്റങ്ങളൊക്കെ തന്നെ പ്രത്യേകിച്ചും കൃത്യമായി അത് നടപ്പിൽ വരുത്തുകയാണെങ്കിൽ ആയുർവേദ രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനം കൃത്യമായി പരിപാലിക്കാൻ നമുക്ക് കഴിയുന്നതാണ്.